ഹലോ ഹായ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി 12 മണിക്ക് എടുക്കുന്ന വീഡിയോ ആണ്. രാത്രി 12 മണിക്ക് എടുക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് തേങ്ങയാണ് നമ്മൾ ഈ ചെയ്യണമെന്നാണ്. നമ്മൾ വേറൊരു യാത്രയിലൊക്കെ ആയിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് നോയ്സൊക്കെ വരും, ഞാൻ മാക്സിമം കട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ നോയ്സ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഞാൻ പറയാമെന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ എന്തായാലും കുറച്ച് കട്ട് ചെയ്ത് കളയും കേട്ടോ. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് ചെയ്യുന്നത് ശരിയാണോ? അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന 3 മാസക്കാലം അല്ലെങ്കിൽ ഒരു 100 ദിവസക്കാലം അളവ് പുറം ലോകവുമായി ഒരു കോണ്ടാക്റ്റും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യണ ഒരു മെഗാ ഷോ, അല്ലെങ്കിൽ ഒരു അത്രയും വലിയ ഫേമസ് ആയ ഒരു ചാനലിൽ ചെയ്യുന്ന ഷോ. ഒരു ചാനലല്ല, പല ചാനലിൽ പല ഭാഷയിൽ ചെയ്യുന്നുണ്ട്. ഇത് മലയാളത്തിൽ ചെയ്യുന്ന നമ്മുടെ ലാലേട്ടൻ. അപ്പം ഈ ബിഗ് ബോസ് ഷോ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ? നിങ്ങൾ നിങ്ങളുടേതായ ഒരു അനലൈസിങ് പറയുക. ഞാൻ എൻ്റെതായ ഒരു അനലൈസിങ് ആണ് ഈ പറയുന്നത്. ഇതിനകത്ത് പലർക്കും വിയോജിപ്പുകൾ ഉണ്ടാവും, പലർക്കും പല ഇതും ഉണ്ടാവും. ഞാൻ ഇതിനെപ്പറ്റി അങ്ങനെ വലിയ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല, 1-2 വീഡിയോസ് അങ്ങോട്ടേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നിയ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണക്ക് മാത്രം എടുത്താൽ മതി. ജനുവിനാണെന്ന് തോന്നുന്നവർ മാത്രം ഇത് കംപ്ലീറ്റ് കണ്ടാൽ മതി. അപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് PR വർക്ക് എല്ലാവരും കേൾക്കണം. തുടങ്ങിയിട്ട് എന്തോ പറയുന്ന ഒരു കാര്യമാണ്, PR വർക്കിൻ്റെ ബലത്തിലാണ് ഇവരൊക്കെ ജയിച്ചു പോണത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ ഇത്രയും ദിവസങ്ങളിലും 7ൻ്റെ പണി എന്ന് പറഞ്ഞു കൊടുത്തിരുന്ന നല്ല നല്ല പണികൾ ശരിക്കും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലാണ് കുറച്ചുകൂടെ ടഫായിട്ടുള്ള ഒരു ഗെയിമും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം തോന്നി. കുറേ വെറൈറ്റീസ് കൊണ്ടുവന്നു, കുറേ ആക്ടിവിറ്റീസ് ആൻഡ് ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ എവിക്ഷൻ പ്രക്രിയ ആണെങ്കിലും കുറേ വെറൈറ്റി രീതികളിലാണ്, പല രീതികളിലാണ് അതും കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ PR വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഏഷ്യാനെറ്റ് ചാനലിന് പോലും ഉള്ള കാര്യമാണ്. അതായത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ചാനൽ ഷോ, ആ ഷോയുടെ റേറ്റിംഗ് താഴാതിരിക്കാൻ ഈ ബിഗ് ബോസ് ഷോ തന്നെ ഏഷ്യാനെറ്റിൽ അതിൻ്റെ PR വർക്കായിട്ടാണ് ഒരു ചെറിയ ഇൻ്റർവ്യൂ സെറ്റപ്പൊക്കെ വെച്ചേക്കുന്നത്. അതപ്പോൾ ആദ്യം ഈ പോഴന്മാർ അതാദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരാളുടെയും ഒരാളും അത്ര എനിക്ക് ഫേവറേറ്റ് ആയിട്ട് നിന്നിട്ടില്ല. ഓൾറെഡി എനിക്ക് അത്ര ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അനീഷേട്ടനെയാണ്. പിന്നെ അതിന് ശേഷമാണ് ഷാനവാസിക്ക ആയിരുന്നു. പക്ഷെ ഇപ്പം ഷാനവാസിക്കല്ല കേട്ടോ, ഞാനുള്ളത് പറയാം. ഇപ്പം ഷാനവാസിക്കല്ല, ഇപ്പം അനൂനെയാണ്. അത് കഴിഞ്ഞ് ഇഷ്ടം അനൂനെയാണ്. പിന്നെ ഷാനവാസിക്കയായിരുന്നു, അതും വീണ്ടും താഴെ പോയിരിക്കുകയാണ്. കാരണം ഇപ്പം എനിക്ക് മൂന്നാമത് കാറ്റഗറിയിൽ ഒരാളങ്ങനെ ഇല്ല, ആ 2 പേരെ ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. അവസാന നിമിഷത്തിൽ ഒരു ലവ് ട്രാക്ക് പിടിച്ചെന്ന് പറയുന്നുണ്ട്. സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അനീഷ് എന്ന് പറയുന്നത്. ആളുടെ ജീവിതത്തിൽ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഡിവോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആളുടെ ഒരു ഇഷ്ടം, ആളുടെ കൂടെ അല്ലെങ്കിൽ ആളുടെ കൂടെ അത്രയും ദിവസം അവിടെ താമസിച്ച് അവിടെ ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് പറയണം. അത് ആളുടെ ഇഷ്ടമാണ് പറഞ്ഞത്. അതിന് മറുപടി കൊടുക്കേണ്ടത് അനുമോളാണ്, അല്ല അനുമോളുടെ ഫാമിലിയാണ്. ഇതിപ്പം അനീഷ്, അനുമോളുടെ ഫാമിലി, അനീഷിൻ്റെ ഫാമിലി, ഇത്രയും പേർക്ക് തലവേദന എന്ന് പറയേണ്ട സാധനത്തിനെ എടുത്തും കണ്ട് ആർക്കൊക്കെയാണ് അതിൽ പ്രശ്നം എന്നുള്ളത് നമുക്ക് ഒരു പിടുത്തവും കിട്ടണില്ല കേട്ടോ. സത്യം പറയാലോ, വന്നോനും പോയോനും നിന്നോനും കണ്ടോനും കടിച്ചോനും ഇനി ഇതൊക്കെ പോട്ടെ, അനീഷിൻ്റെ ബന്ധം പിരിഞ്ഞു പോയ ഭാര്യനടക്കം കൊണ്ടുവരുന്നു. പിന്നെ അനുമോളുടെ സ്റ്റാർ മാജിക്കിലും ടമാർ പടാറിലുമുള്ള പേരായ തങ്കച്ചനെ കൊണ്ടുവന്നിട്ടും കണ്ടിരിക്കും. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മനുഷ്യർക്ക് എന്താ കിട്ടുന്നതെന്ന് മനസ്സിലാവണ്ട. പിന്നെ ചീപ്പ് ഗെയിം, വളരെ ചീപ്പ് ഗെയിം കളിച്ച് പുറത്തു പോയൊരു വ്യക്തിയാണ് ബിൻസി എന്ന് പറയണത്. ഞാൻ പച്ചയ്ക്ക് എന്ന് പറയണത് ബിൻസി എന്ന് പറയണത്. വളരെ മോശം രീതിയിലാണ് അവരിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ 5 അല്ലെ ഫിനാലയിലേക്ക് പോകുന്നവരെ മോട്ടീവ് ചെയ്യാൻ, അല്ലെ അവർക്കൊരു സപ്പോർട്ട്, മെൻ്റലി സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പാഷാണങ്ങളെല്ലാം കൂടെ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന പന്ന പരിപാടികൾ. വായിൽ നല്ലതാണ് വേറെ വരുന്നത്, നമ്മളത് തൽക്കാലം മാറ്റി വയ്ക്കണം. പന്ന പരിപാടികൾ വളരെ ചീപ്പായിട്ട്, കാരണം ആ ഫിനാലെ വീക്ക് എന്ന് പറയുന്ന സാധനം കാണരുത് എന്നുള്ള രീതിയിലാക്കി കളഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും മോശമാണ്. കാരണം ഒരു കാര്യമില്ലാണ്ട് പഴയ കാര്യങ്ങളും പണ്ടത്തെ കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും അതും ഇതും ഒക്കെ പറയണു. അനുമോളുടെ PR ആര്യൻ്റെയും അമ്മയുടെ ഇൻസ്റ്റയിൽ വന്ന് അങ്ങനെ പറയണു, മെസ്സേജ് ഇടുന്നു, അങ്ങനെ ഇങ്ങനെയെന്ന് പറയണില്ലേ. അനുമോളുടെ PR എന്ന് പറയണത് അനുമോളെ സ്നേഹിക്കുന്നവരാണ്, അനുമോളെ നെഞ്ചിലേറ്റുന്നവരാണ്. ഇനി അനുമോളുടെ കാര്യം കൂടെ ഞാൻ പറയാം. എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ അനുമോളെ അറിയില്ല.
ഞാൻ ആകെ അനുമോളെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടമാർ പടാർ സ്റ്റാർ മാജിക് വേദികളിലാണ് ഞാൻ ആദ്യം ആ കുട്ടീനെ കാണുന്നത്. എന്നെക്കാട്ടി പ്രായത്തിന് മൂത്താണ് ഞാൻ, എന്നാലും കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടി ഭയങ്കര ആക്റ്റീവായിട്ട് ഈ പൊട്ടിത്തെറിച്ച കടുക് കണക്ക് ഇങ്ങനെ നടക്കും, ഭയങ്കര വട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് നടന്ന് മറ്റുള്ളവരെ ചിരിപ്പിക്കുകയാണ്. അവൾക്കുള്ളിൽ സങ്കടം വന്നാലും, അവൾക്കുള്ളിൽ ഷെയിമിലായിട്ട് തോന്നിയാലും, അവൾക്കുള്ളിൽ നാണക്കേട് തോന്നിയാലും, മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലും സന്തോഷം കണ്ടെത്തുന്ന ഒരു കുട്ടി. ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇത്രയും പ്രാവശ്യം ആ കിച്ചണിൽ നിന്ന് ആട്ടി ഇറക്കി ഇണക്കിയും വീണ്ടും തിരിച്ച് മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് കയറണം എന്നുണ്ടെങ്കിൽ അതിനൊരു മനസ്സ് വേണം. അത് നല്ല കുടുംബത്തിൽ പിറന്ന നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന ആർക്കേ കിട്ടുള്ളൂ. പിന്നെ ബിൻസി മോളെ, നീ ഈ കിടന്ന് തുള്ളുന്നുണ്ടല്ലോ, നിന്റെ തുള്ളൽ നീ അവിടോട്ട് മാറ്റി വയ്ക്കും. നിന്റെ തുള്ളൽ നമ്മൾ എടുക്കുന്നുണ്ട്, പിന്നെ അവിടോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യമുണ്ടായിരുന്നു, ഈ അനീഷാൻ അനുമോള് ലവ് ട്രാക്ക് പിടിക്കുന്നു. അവർ ലവ് ട്രാക്ക് പിടിക്കുന്നതിൽ അവർക്ക് അങ്ങനെ ലവ് ട്രാക്ക് പിടിക്കാനാണ് ആദ്യം വന്ന പ്ലേ പിടിക്കേണ്ടതാണ് അല്ലേ? അനീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്കുള്ളിലെ ഒരുപാട് ചേഞ്ചസ് നമ്മൾ ഈ പറഞ്ഞ ഈ ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെയും കണ്ട ആൾക്കാരാണ്. പക്ഷേ ലാസ്റ്റിൽ ശരിയാണ്, അനുമോളെന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൂടുതലും സഹോദര സ്ഥാനം കൊടുത്തും കണ്ട് ആൺകുട്ടികളുടെ അടുത്ത് സഹകരിക്കുന്ന, അല്ലെ ഒരു നല്ല ബോണ്ടിങ്, പെട്ടെന്ന് ടോക്കിംഗ് സംസാരത്തിലൂടെ പെട്ടെന്നൊരു ബോണ്ടിങ്ങിൽ എത്തുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശാലമായിട്ടുള്ള മനസ്സല്ല, അവരുടെ ഒരു നിഷ്കളങ്കമായ മനസ്സാണ്. അതിനെ എടുത്തു വെച്ചും കണ്ട് വളരെ മോശം രീതിയിലാണ് ആദില നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. ആദില മാത്രമല്ല, ഒരുവിധ ആൾക്കാരല്ല. ഡ്രാമ അനുമോള് ഡ്രാമ. ആ കുട്ടി എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം സർവൈവ് ചെയ്ത് വന്നതാണോ അത്രത്തോളം ആ കുട്ടി അവിടെ ബോൾഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആ കുട്ടീന്, അല്ലെങ്കിൽ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിക്ക് PR എന്ന് പറയുന്നത് അനുമോളെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. അത് സുരഭി ആൻഡ് സുഹാസിനി എന്ന് പറഞ്ഞ സീരിയൽ ആയിക്കോട്ടെ, സ്റ്റാർ മാജിക് ആയിക്കോട്ടെ, ടമാർ പടാർ ആയിക്കോട്ടെ, സ്റ്റേജ് വേദീസ് ആയിക്കോട്ടെ, ഇനി അതുപോട്ടെ ഉടൻപണം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അനുമോൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ പ്രാങ്ക് പ്രോഗ്രാമുകളിലൊക്കെ പോയി ഒരുപാട് കരഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണത്. പ്രാങ്ക് പ്രോഗ്രാമിൽ പോയിട്ട് ഇച്ചിപ്പോന്നൊരു വർത്താനം പറയല്ലേ ചെയ്തത്, അവർ കരയാണ് ചെയ്തത്. അതാണ് ജെനുവിനായിട്ടുള്ള അനുമോൾ. ആ അനുമോളായിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 100 ദിവസങ്ങളിലും ആ അനുക്കുട്ടി എന്ന് പറഞ്ഞാൽ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് പുറത്ത് ഇത്രയും സപ്പോർട്ട് വരുന്നത്. പിന്നെ ശൈത്യനെ കട്ടപ്പാന്ന് വിളിക്കുന്നതിനകത്ത് നല്ല കാര്യമുണ്ട്. കാരണം 4 വെള്ളത്തിൽ ചവിട്ടിയിട്ട് ഈ അനുമോളുടെ ഇത് പറഞ്ഞ പോലെ ഇത് ഞാനെല്ലാം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ ഞാൻ ശൈത്യയുടെ കാര്യം തപ്പിയിറങ്ങിയപ്പോഴാണ് കണ്ടത്, ഒരു പ്രോഗ്രാമിൽ അവർക്ക് ഫസ്റ്റ് കിട്ടിയില്ല പറഞ്ഞിട്ട് അവർക്ക് കിട്ടിയ പ്രൈസ് അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു തോൽവിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർക്ക് വരുന്ന ഒരു തെറ്റിനെ, അല്ല അവർക്ക് വരുന്ന ഒരു മിസ്റ്റേക്കിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അറിയില്ല. അങ്ങനെയുള്ളവരടുത്ത് നമ്മൾ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. മനസ്സിലായോ? അവർ ചെയ്തതിനെയാണ് പുറത്തുള്ള ഒരു കട്ടപ്പ എന്ന് വിളിച്ചിട്ടുള്ളത്. അവർ ചെയ്ത പ്രവൃത്തിനെയാണ് പുറത്തുള്ള ഒരു കട്ടപ്പ എന്ന് വിളിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഒരിക്കലും അവർ നല്ലൊരു വ്യക്തി ആയതുകൊണ്ട്, അല്ലെ നല്ല രീതിക്ക് നിന്നിട്ട് ഈ പറഞ്ഞ പോലെ PR വർക്കിൻ്റെ ബലത്തിൽ മാത്രം കയറിക്കണ്ടെങ്കിൽ കട്ടപ്പ എന്ന് വിളിക്കുന്നതല്ല. ഞാനും അനുമോളും തങ്ങളിൽ ഒരു ബന്ധവുമില്ല, എനിക്ക് അനുമോളെ അറിയത്തില്ല, ഞാൻ അനുമോളുടെ PR അല്ല. പക്ഷേ ഞാനും വിളിക്കുന്നു നിങ്ങളെ കട്ടപ്പാന്ന്. കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും, ഇരട്ടത്താപ്പുകൾ ഓരോന്നും നമ്മളിവിടെ ലൈവിലും അല്ലെങ്കിൽ എപ്പിസോഡിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ശൈത്യ മോളെ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡാണ് ജനങ്ങൾ തന്നിട്ടുള്ളത്, പ്രേക്ഷകരാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ പേര്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നെവിൻ്റെ കാര്യമായിക്കോട്ടെ, നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ മൈൻഡ് ആക്കുക വേണ്ട. ഷാനവാസിക്ക കുറേ എല്ലാവരുടെ അടുത്തും കുറേ പറഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങളത് ഇത് ചെയ്യുന്നൊക്കെ. പക്ഷേ ഷാനവാസിക്ക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളവിടെ ഗെയിം കളിക്കാൻ പോയതാണ്, ഒരു കുടുംബം ഉണ്ടാക്കാൻ പോയ ഒരാളായിട്ടാണ് തോന്നുന്നത്. കാരണം ഒരു അനീതി ചേച്ചി ഒക്കെ ഉണ്ടാക്കാൻ പോയ പോലെയാണ് തോന്നുന്നത്. അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിക്ക പൊളിയായിരുന്നു. പക്ഷേ ഷാനവാസിക്കയ്ക്ക് എവിടെയോ അടി പതറിപ്പോയി. പക്ഷേ ആദില നൂറ, സത്യം ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞപ്പം ആദില നൂറേനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് മനസ്സുകൊണ്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അയ്യോ അവരുടെ ആ കുട്ടികളുടെ ഫാമിലി മാത്രം വന്നില്ലല്ലോ എന്നൊക്കെ മനസ്സുകൊണ്ട് വിഷമിച്ച്. പക്ഷേ ഞാൻ പറയാണ്, വൃത്തികെട്ട ജന്തുക്കൾ, അങ്ങനെ തന്നെ വേണം പറയാൻ, സത്യമായിട്ട് നേരെ വൃത്തികെട്ട ജന്തുക്കൾ. വേറെ ഒന്നും കൊണ്ടല്ല ഈ പറയണത്. അതിനകത്ത് നിന്നും കണ്ട് ഒരു നിലപാടില്ലാതെ മറ്റുള്ളവർ നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് സ്നേഹമായിട്ട് കൊഞ്ചി പറഞ്ഞ് മിണ്ടി പറഞ്ഞ് ഇരുന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ അവരുടെ കുറ്റം പറയാന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. മക്കൾ ഇനി ഇതിനകത്തുനിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പം
എല്ലാ എപ്പിസോഡും എല്ലാ ലൈവും ഒന്ന് എടുത്ത് വെച്ച് കാണുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്, നാട്ടുകാർ എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്, മറ്റുള്ളവർക്ക് എന്തൊക്കെയാണ് മനസ്സിലായിട്ടുള്ളത് എന്നുള്ളത്. അനുമോളുടെ കൂടെ ചേർന്നും കണ്ട് അവളുടെ കൂടെ നിന്നും കണ്ട് അവളുടെ കോസ്റ്റ്യൂംസിൽ നിന്ന് അവളവിടെ ഡ്രസ്സ് കൊടുക്കുന്നു, അവൾക്ക് വേണ്ടുന്ന ഹെൽപ്പ് കൊടുക്കുന്നു, അവർക്ക് ഫുഡ് കൊടുക്കുന്നു, അവർക്ക് അത് ചെയ്ത് കൊടുക്കുന്നു, ഇത് ചെയ്ത് കൊടുക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുകയാണ്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്പോൾ ആ കൊച്ചിൻ്റെ കുറ്റവും പറയും. നല്ല കൊച്ചാ കേട്ടോ, നല്ല പിള്ളേരാണ്. ഷാനവാസിൻ്റെയും കുറ്റം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ, അക്ബറിൻ്റെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്, നെവിൻ്റെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുറ്റം പറയാത്ത ഒരൊറ്റ മനുഷ്യരില്ല അവിടെ അതിനകത്ത് പറയുകയാണെങ്കിൽ. നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും കൊള്ളൂല. അതാണ് നിങ്ങളുടെ സ്വഭാവം. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ 10 വീടുകളിൽ നിന്ന് അല്ലെ 10 ചുറ്റുപാടുകളിൽ ജീവിച്ചിട്ട് പെട്ടെന്നൊരു വീട്ടിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇത് വളരെ ചീപ്പായിട്ടുള്ളൊരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ പേഴ്സണലിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ എത്ര സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറഞ്ഞാലും നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. നമ്മുടെ ഇവിടെ അതായത് മലയാളത്തിൽ നടക്കുന്ന അതേ ഇത് തന്നെയാണ് തമിഴിലായാലും മറ്റ് ചാനലുകളിലായാലും നടക്കണേ. ഈ പറഞ്ഞ ടാസ്കുകളിലായാലും ആക്ടിവിറ്റിയിലാണെങ്കിലും ഇതുപോലെ തന്നെ ഒരു ബലിയാട് അവിടെയുമുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളിത് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് മാത്രം വിശ്വസിക്കല്. പിന്നെന്താണ്, അവർ കുറേ എഫേർട്ട് എടുത്ത് അവർ കുറേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അതിൻ്റെ ഒരു വിന്നറായിട്ട് കൊടുക്കും. അത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത് ഈ കമ്പനിക്കാർ, അതായത് നമ്മുടെ സിം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ OTNGO, ഹോട്ട്സ്റ്റാർ അങ്ങനെയുള്ള സംഭവങ്ങൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ അവരുടെ ഷെയർ അവരും കൊടുക്കുന്നതിൻ്റെ പേരിലാണ് ഈ ചാനലിൽ ഇങ്ങനൊരു വോട്ടിങ്ങും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടും. പിന്നെ പുറത്തുനിന്നുള്ള ബന്ധമില്ല എന്നൊക്കെ പറയണില്ലേ, വീട്ടുകാർ വിളിക്കലുണ്ട്, അതിനകത്ത് വീട്ടുകാർ വിളിക്കണമൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, വീട്ടുകാർ വിഷയം കാണിച്ചിട്ടുണ്ട്, വീട്ടുകാർ വീടിനുള്ളിൽ വന്നു, വീട്ടുകാർ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നു, ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ എന്ന് പറയാൻ പറ്റില്ല. അത് ഫൗളാണ്, ആ പറയുന്ന ഫൗളാണ്. പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ടല്ല, പുറം ലോകമായിട്ട് ബന്ധം കുറച്ച് നമ്മുടെ ഓൺലൈനായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പത്രമാധ്യമ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം, ഫോണ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉപേക്ഷിച്ചും കണ്ട് വ്യത്യസ്തരായ വ്യത്യസ്തരായ കുറച്ച് ആൾക്കാരുടെ കൂടെ ഒരു 100 ദിവസം ജീവിക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാണ്. അപ്പം ബിഗ് ബോസിനകത്ത് ചതികൾ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ആരെങ്കിലും കപ്പെടുക്കട്ടെ, മാക്സിമം എൻ്റെ ഒരു ആഗ്രഹം അനീഷോ അനുവോ ആരായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ആ 2 പേരാണ് 100 ദിവസവും അവിടെ ജെനുവിനായിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ അനീഷ് പറഞ്ഞതിനകത്ത് നാട്ടിൽ കണ്ടവരും കണ്ണി കണ്ടവരും അമ്മുമ്മയുടെ അമ്മുമ്മ കുഴിയിൽ നിന്ന് വന്നിട്ട് ഒന്നും കിടന്നും കണ്ട് വേദനിക്കേണ്ട ആവശ്യമില്ല. അവരുടെ കാര്യം, അവർ കൊച്ചു കുട്ടികളല്ല, പ്രായപൂർത്തിയായിട്ടുള്ള സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ടുള്ള അല്ലെ സ്വന്തം കാര്യങ്ങൾ വീട്ടിൽ തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലുള്ള 2 ആൾക്കാരാണ്, 2 വ്യക്തികളാണ്. അവർ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കട്ടെ. നമ്മൾ നാട്ടുകാരതിനെ ഉദ്ദേശിച്ച് തലകുണ്ടാക്കേണ്ടതോ അല്ലെ ഈ ഔട്ടായി പോയ അവനവൻ്റെ കന്നന്തിരിവ് കാരണം കൊണ്ട് ഔട്ടായി പോയ കുറേ വെങ്കിടികൾ വന്നും കണ്ട് അവിടെ കിടന്നും കണ്ട് തോട്ടാപ്പുഴി ഞൊളയ്ക്കുന്ന കണക്ക് ഞൊളച്ചോണ്ടോ ഒന്നും കാര്യമില്ല. ബിൻസി മോളെ, നിനക്ക് നീ കാണിച്ച കളിച്ച തറകി അത് ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് നിന്നെ തൂക്കിയെടുത്ത് തോട്ടിലെറിഞ്ഞ പോലെ എറിഞ്ഞത്. അന്ന് പറഞ്ഞ പോലെ മസ്താനിയുടെ കേസിലായാലും മസ്താനി കുറേ അങ്ങ് ഓവറായിട്ട് ചെയ്തു പോയതാണ്. അത് നമ്മൾ മസ്താനിയുടെ കേസ് വിട്ട്. കാരണം മസ്താനിയെ ഓൾറെഡി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ഊക്കി കൊന്നതാണ്. അതുകൊണ്ട് മസ്താനിയെ നമ്മൾ എടുക്കുന്നില്ല. പക്ഷേ ബിൻസി മോളെ, നീ പറയുന്ന വാക്കുകൾ നീ തന്നെ സ്വയം നീ മസ്താനിയോട് പറയുന്നുണ്ട്, നീ പോയി നീ പറഞ്ഞ വാക്കുകളൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറയുന്നുണ്ട്. മോളും ചെന്നിരുന്ന് നല്ലോണം ഒന്ന് റീമൈൻഡ് അടിച്ച് കാണണം കേട്ടോ. ഓക്കെ. പിന്നെ ഈ പുറത്തു പോയ കണ്ടസ്റ്റൻസിനെ ഒക്കെ തിരിച്ചു വിളിച്ചേക്കുന്നത് ഈ പറഞ്ഞ ഫൈനലിലേക്ക് പോകുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെ നിങ്ങളെല്ലാം കൂടെ വീണ്ടും ആ ഒരു ഓർമ്മയിലേക്ക്, ബിഗ് ബോസ് എന്ന് പറഞ്ഞ വീടിൻ്റെ ഓർമ്മയിലേക്ക് തിരിച്ചു വരാനാണ്. അതേ സ്ഥാനത്ത് കുഴുത്തിരിമ്പും കുശിമ്പും കന്നന്തിരിവും കുത്തിത്തിരിപ്പും ഒക്കെ ആയിട്ട് വീണ്ടും കയറി വരാനല്ല പറഞ്ഞേ. വീണ്ടും ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ല നിങ്ങൾ അവിടെ കൊണ്ടുവന്നേക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗസ്റ്റ് ആയിട്ടാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത്. എല്ലാവരും ജെനുവിനായിട്ട് നല്ല രീതിക്ക് ജെനുവിനായിട്ട് നിൽക്കുന്ന 100 ദിവസവും റിയലായിട്ട് നിന്നിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അഫ്കോഴ്സ് എൻ്റെ സപ്പോർട്ട് ഈ പറഞ്ഞ 2 പേർക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയണത്. ഞാനൊരാളുടെയും PR-ഉം തേങ്ങാക്കൊലയൊന്നും അല്ല, ഞാനങ്ങ് പറയണതാണ് കേട്ടോ. ഇനി അടുത്ത പൊങ്കാലയും കൊണ്ട് വരരുത്. എനിക്കിതിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ, കാരണം ഇനിയിപ്പം 1-2 ദിവസം കണ്ടേ ഉള്ളൂ ഫൈനൽ എത്താനായിട്ട്, ഗ്രാൻഡ് ഫിനാലെ എത്താനായിട്ട്. അതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയുകൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
എന്ന് പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസിൽ നിൽക്കുന്നവരെ ജെനുവിനായിട്ടുള്ളവരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ ഈ പറയുന്ന പോലെയൊക്കെയുള്ള കാര്യങ്ങൾ അവനവൻ്റെ ഫാമിലിയുടെ കാര്യങ്ങൾ അവനവനെ അറിയത്തുള്ളൂ. മറ്റുള്ളവർ അതിന് കഥ എഴുതാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശൈത്യമോളെ സ്വന്തം ഇതിനു മുമ്പത്തൊരു ഈ പറഞ്ഞ പോലുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൻ്റെ കഥ നാട്ടുകാരും രചിക്കും. ഒന്നും മറന്നു പോയിട്ടില്ല. അതിൻ്റെ ട്രോൾ വീഡിയോസൊക്കെ ഇപ്പോഴും കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട് യൂട്യൂബിൽ അവിടെ ഇവിടെ ആയിട്ട്. ഇടയ്ക്കൊന്നെടുത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു ഉൾപ്പുളകം കൊള്ളാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ. ഓക്കെ, ബൈ ബൈ.